ഹലോ, ഇന്ന് നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററിലെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. There are three iteration statements in C++. First one is for loop, second while loop, and third one do while loop. To perform the repeated execution of a set of one or more statements, we use iteration statements or looping statements. ഇവിടെ നല്ലൊരു എക്സാമ്പിൾ ഇതവിടെ കൊടുത്തിരിക്കുന്നു. 30 സ്റ്റുഡൻസിന് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അവർക്ക് A+ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഗിഫ്റ്റ് റാപ്പ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ റാപ്പിംഗ് സ്റ്റെപ്സ് നമ്മൾ 30 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. ബിക്കോസ് 30 സ്റ്റുഡൻസ് ഗോട്ട് A+. അതിന് നമ്മൾ 30 ടൈംസ് ഇത് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പകരം റിപ്പീറ്റ് ദി ഫോളോയിങ് സ്റ്റെപ്സ് 30 ടൈംസിന് എഴുതി അതൊരു ലൂപ്പ് ആയിട്ട് കൊടുത്താൽ മതി. റിപ്പീറ്റ് ചെയ്തോളൂ. ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിലും ഉപയോഗിക്കുന്നത്. ലൂപ്പിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഏതൊരു ലൂപ്പിനും ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടായിരിക്കും. There are 4 elements for a loop. 1. Initialization. 2. Test expression. 3. Updation statement. 4. Body of the loop. ഈ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് അതിൻ്റെ ഫസ്റ്റ് വാല്യൂ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദി കൺട്രോൾ വേരിയബിൾ ഗെറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് വാല്യൂ. നെക്സ്റ്റ്, ടെസ്റ്റ് എക്സ്പ്രഷൻ. It may be a relational or logical expression. It is actually a condition. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. നെക്സ്റ്റ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഹിയർ ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വിൽ ചേഞ്ച് ഇറ്റ്സ് വാല്യൂ. അതായത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് അപ്ഡേഷന് ശേഷം ഒരു പുതിയ വാല്യൂ ലഭിക്കും. ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് ചെയ്യാം. അവിടുന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ ബി റിപ്പീറ്റഡ് അൺടിൽ ദി കണ്ടീഷൻ ഈസ് ഫാൾസ്. ഇപ്പം ലൂപ്പിൽ നമുക്ക് 3 ലൂപ്പ് ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. നമുക്ക് ആദ്യം തന്നെ വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. വൈൽ ലൂപ്പിൽ ആദ്യം കൊടുക്കുന്നത് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. അത് കഴിഞ്ഞാൽ വൈൽ കണ്ടീഷൻ, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം അപ്ഡേഷനാണ്. അവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എഗെയിൻ അപ്ഡേഷനിലേക്ക് വരും. എഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും അപ്ഡേഷനിലേക്ക് വരും. അങ്ങനെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. Once the condition is false, it will exit from the loop. നമുക്ക് ഈ വൈൽ ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. ആദ്യം ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്യുന്നു വേരിയബിൾ. അഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഫോൾസ് ആണെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ബിഗിനിങ്ങിൽ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, തുടക്കത്തിൽ തന്നെ കണ്ടീഷൻ ശരിയാണോ, നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് കയറിയാൽ മതി എന്നുള്ളൊരു നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് സംഗതി ട്രൂ ആണെങ്കിൽ മാത്രമേ നിങ്ങളെ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എൻട്രി കൺട്രോൾ, അത് തുടക്കത്തിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന്
പറയുന്നത് വൈൽ ലൂപ്പ് ഈസ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. വൈ? ബിക്കോസ് ഇറ്റ് ചെക്സ് ദി കണ്ടീഷൻ അറ്റ് ദി ബിഗിനിങ് ഓർ അറ്റ് ദി എൻട്രി ലെവൽ. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഒരു കെ എന്ന വാല്യൂ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഇൻറ്റ് കെ ഈസ് ഈക്വൽ ടു 1 സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെക്ക് തുടക്കത്തിൽ 1 എന്ന വാല്യൂ അസൈൻ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് വൈൽ ലൂപ്പിൽ ചെക്ക് ചെയ്യാണ്. വൈൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 3ലും കുറവാണോ കെയുടെ വില എന്ന് നോക്കുകയാണ് വാല്യൂ. അപ്പോൾ കെയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആണ്. 1 3നേക്കാളും കുറവാണല്ലോ. അപ്പോൾ ബോഡി ഓഫ് ദി ലൂപ്പിൽ സി ഔട്ട് കെ, അത് കഴിഞ്ഞിട്ടൊരു /t കൊടുത്തിട്ടുണ്ട്. /t എന്ന് പറഞ്ഞാൽ ടാബാണ്. ഒരു ടാബ് സ്പേസ് വിട്ടിട്ട് ഇനി അടുത്തതായിട്ട് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ടാബ് സ്പേസ് കൊടുക്കണം എന്നാണ് /t കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കെയുടെ വില 1 ആയതുകൊണ്ട് ആദ്യം 1 പ്രിൻറ്റ് ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ++ കെ എന്ന് പറഞ്ഞാൽ കെയുടെ വില ഇപ്പോൾ 1 ആണ്. ++ കെ എന്ന് പറഞ്ഞാൽ 1 + 1 2 ആവും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവും. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, കെയുടെ വില ഇപ്പം 2 ആണ്. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ശരിയാണ്. 2 3നേക്കാളും കുറവാണ്. അഗൈൻ സി ഔട്ട് കെ, അപ്പോൾ 2 പ്രിൻറ്റ് ചെയ്യും. ഒരു ടാബ് സ്പേസും കൂടി അവിടെ പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞ് ടാബ് സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പേസ് വിടും എന്നുള്ള അർത്ഥം. അത് കഴിഞ്ഞ് വീണ്ടും ++ കെ. ഇപ്പോൾ കെയുടെ വില 2 ആയതുകൊണ്ട് ++ൽ 1 ആഡ് ചെയ്യും. 2 + 1 3 ആവും കെയുടെ വില. അഗൈൻ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, യെസ് 3 ഈക്വൽ ആണ്. 3 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ അത് കണ്ടീഷൻ ട്രൂ ആണ്. അഗൈൻ വീണ്ടും സി ഔട്ട് കെ. അപ്പം 3 പ്രിൻറ്റ് ചെയ്തു. 3 ഈസ് പ്രിൻറ്റഡ്, ഒരു ടാബ് സ്പേസ് അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അഗൈൻ ++ കെ 3 4 ആവുന്നു. 4 ആയി. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 റോങ് ആയി അല്ലേ. അതുതന്നെ കണ്ടീഷൻ ഫോൾസ് ആവുന്നു. ബോഡി ഓഫ് ദി ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. ഇവിടെ ഇൻറ്റ് കെ ഈസ് ഈക്വൽ ടു 1 ഇനീഷ്യലൈസേഷൻ ആണ്. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ടെസ്റ്റ് എക്സ്പ്രഷനാണ്. സി ഔട്ട് കെ /t ഇത് ബോഡി ഓഫ് ദി ലൂപ്പാണ്. ++ കെ എന്ന് പറയുന്നതാണ് അപ്ഡേഷൻ ഇൻസൈഡ് ദി ലൂപ്പ് ബോഡി, അതായത് അപ്ഡേഷൻ നടക്കുന്ന അവിടെയാണ്. ഇതിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? കെ ആണ് ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 1 2 3 എന്ന് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം. വൈൽ ലൂപ്പ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഇതാണ്. ടു പ്രിൻറ്റ് ദി ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ, നിസർഗ സംഖ്യകൾ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 1 to 10 നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സാധാരണ പോലെ #include IOStream യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ ഫ്ലോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് നാച്ചുറൽ നമ്പർ കൊടുക്കാൻ വേണ്ടി നമ്മൾ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നു. എന്നിന് ഇനീഷ്യൽ വാല്യൂ 1 കൊടുക്കുന്നു. കാരണം 1 മുതൽ 10 വരെയാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. ഇനീഷ്യൽ വാല്യൂ ഇൻറ്റ് n ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുമ്പോൾ സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് വൈൽ ഉപയോഗിച്ചിട്ട്. വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെയാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ എന്നിൻ്റെ വില ഇപ്പോൾ 1 ആണ്. അത് 10ലും കുറവാണോ എന്ന് ചെക്ക് ചെയ്യാം. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഇതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. വൈൽ ലൂപ്പിൻ്റെ ഫ്ലോർ ബ്രാക്കറ്റ് ഓപ്പണിംഗ്, അതിനുശേഷം സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ദെൻ n അഗെയിൻ ഡബിൾ ലെസ് ദാൻ. ഇവിടെ ഒരു ഡബിൾ കോട്ട് ഉപയോഗിച്ച് കുറച്ച് സ്പേസ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 1 കഴിഞ്ഞ് ഒരു കുറച്ച് സ്പേസ് 2 പ്രിൻറ്റ് ചെയ്യുന്ന കുറച്ച് സ്പേസ് വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 1 2 3 പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ++ n
അപ്ഡേറ്റിംഗ് ലൂപ്പ് വേരിയബിൾ. എന്നാണ് ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. എന്നിൻ്റെ വില അപ്ഡേറ്റ് ചെയ്യുന്നത് പ്ലസ് എൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പ്ലസ് എൻ എന്ന് പറയുമ്പം എന്നിൻ്റെ വില എന്താവും? 2 ആവും. നേരത്തെ n 1 ആയിരുന്നു, ഇപ്പോൾ എന്നിൻ്റെ വില 2 ആവും. അഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 < 10 ട്രൂ ആണ്. സി ഔട്ട് n, അപ്പോൾ 2 പ്രിൻറ്റ് ചെയ്യും. അഗെയിൻ പ്ലസ് n, അപ്പോൾ 3 ആവും. എന്നിൻ്റെ വില 3 ആവും. 3 < 10 ആണെന്ന് നോക്കും. വീണ്ടും സി ഔട്ട് n കൊടുക്കും, അപ്പോൾ 3 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ 1 to 10 ഓട്ടോമാറ്റിക്കായിട്ട് ലൂപ്പ് റിപ്പീറ്റഡായിട്ട് ഈ സി ഔട്ട് n എക്സിക്യൂട്ട് ചെയ്യുമ്പം അത് 1 to 10 ഓട്ടോമാറ്റിക്കലി പ്രിൻറ്റ് ചെയ്തോളും. ഇതാണ് വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് 10 നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാം. ഇതതിൻ്റെ ഔട്ട്പുട്ട് ഇതവിടെ കൊടുത്തിരിക്കുന്നു. 1 to 10. 1 കഴിഞ്ഞ് 2 പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. അടുത്ത മറ്റൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയുള്ള മറ്റൊരു പ്രോഗ്രാം. ടു ഫൈൻഡ് എ സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു 20 വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം. ആസ് യൂഷ്വൽ #include IOStream യൂസിങ് നെയിം സ്പേസ് std int main. ഇത്രയും സംഗതികളൊക്കെ കൊടുത്തു. ഇനി ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ 2 വേരിയബിൾസാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്പേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് I എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നു, ഈവൻ നമ്പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ സം എടുക്കുന്നു. സമ്മിൽ ഇപ്പോൾ 0 ആണുള്ളത്, അത് സം = 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് I, സം = 0. ഐയുടെ വില ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് I തുടക്കത്തിൽ നമ്മൾ 2 കൊടുക്കുന്നു. I = 2. ഇനീഷ്യലൈസേഷനാണ്. I ആണ് ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളായിട്ട് ഉപയോഗിക്കുന്നത്. വൈൽ I < 20, നമുക്ക് 20 വരെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മൾ കണ്ടീഷൻ I < 20 കൊടുക്കുന്നു. അടുത്തത് ബോഡി ഓഫ് ദി ലൂപ്പിൽ നമ്മൾ സം = സം പ്ലസ് I എന്ന് കൊടുക്കുന്നു. സം = സം പ്ലസ് I, അതായത് സമ്മിൽ ഇപ്പോൾ 0 ആണുള്ളത്, ആ 0യിലേക്ക് I ആഡ് ചെയ്യുന്നു. ഐയുടെ വില 2 ആണ്, 2 ആഡ് ചെയ്യുന്നു. 0 + 2 സം = 0 + 2 എന്നാണ് സം = സം പ്ലസ് I കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, 2 കഴിഞ്ഞാൽ നമുക്ക് 4 ആണ് വേണ്ടത്, അതുകൊണ്ട് I = I + 2 എന്ന് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. കാരണം 2, 4, 6, 8, 10, 12, 14, 16, 18, 20 അങ്ങനെയാണ് നമുക്ക് പ്രിൻറ്റിങ് വരേണ്ടത്. അപ്പോൾ +2 I = I + 2 എന്ന് കൊടുക്കുന്നു. നേരത്തെ രീതിയിലാണെങ്കിൽ ++ I എന്നാണ് കൊടുക്കുക. പക്ഷേ ++ I കൊടുക്കുമ്പോൾ ഇപ്പം 2 ആണെങ്കിൽ പിന്നെ അടുത്ത ഇതിൽ 3 ആയിരിക്കും കിട്ടുക. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, 2 തന്നെ ഇൻക്രിമെൻറ്റ് വരണം. അതുകൊണ്ടാണ് I = I + 2 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഇതിൽ I = I + 2 കൊടുക്കുമ്പം 2 + 2 4 വരും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 4 < 20 ട്രൂ ആണ്, സമ്മിലേക്ക് അത് ആഡ് ചെയ്യും. അപ്പം 2 + 4. അടുത്ത റൗണ്ടിൽ ഈ 2നോട് 2 ആഡ് ചെയ്യും, 4നോട് 2 ആഡ് ചെയ്യും, 6 കിട്ടും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണ്, സം = സം പ്ലസ് I പറയുമ്പം ഈ 6നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞ് വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വന്നതിന് ശേഷം, കണ്ടീഷൻ റോങ് ആകുമ്പം പുറത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ സമ്മ് പ്രിൻറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ പ്രാവശ്യവും സമ്മ് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നമുക്ക്. സമ്മ് നമ്മൾ എപ്പോൾ പ്രിൻറ്റ് ചെയ്താൽ മതി, എല്ലാ കണ്ടീഷൻസും എല്ലാം സമ്മിലേക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് ടോട്ടൽ സം ആയതിന് ശേഷമേ നമുക്ക് സം പ്രിൻറ്റ് ചെയ്യേണ്ടല്ലോ. അപ്പം /n സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു 20 ഈസ് ഡബിൾ കോട്ടിനുള്ളിലാണ് അത് കൊടുത്തിരിക്കുന്നത്. << കൊടുത്തു, സം റിട്ടേൺ 0. റിട്ടേൺ 0 കഴിഞ്ഞിട്ട് ഇൻറ്റു മെയിനിൻ്റെ ഫ്ലവർ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വൈൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയായിരുന്നു. ഇനി നമുക്ക് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം.
ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും ആദ്യത്തെ പ്രാവശ്യം. എന്നിട്ട് ലാസ്റ്റിലാണ് അപ്ഡേഷനൊക്കെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ വാട്ട് എവർ ഇറ്റ് മേ ബി, അതൊന്നും നോക്കാതെ തന്നെ ഒരു പ്രാവശ്യം ഇത് ബോഡി ഓഫ് ദി ലൂപ്പ് ഒരിക്കലെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അതാണ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് നമുക്ക് നോക്കാം, അതുപോലെ ഫ്ലോ ചാർട്ടും. ഇതാ ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആദ്യം കൊടുക്കുന്നു, പിന്നെ ഡു എന്ന് എഴുതുന്നു, എന്നിട്ട് ഫ്ലോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബോഡി ഓഫ് ദി ലൂപ്പ് കൊടുക്കുന്നു, ദെൻ അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അത് കഴിഞ്ഞ് ഫ്ലോർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് വൈൽ എന്ന് കൊടുത്തിട്ട് കണ്ടീഷൻ കൊടുക്കുന്നത്, ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നത് അതിന് ശേഷമാണ്. ഇതിൻ്റെ വർക്കിംഗ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലൈസേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആദ്യം വരുന്നു. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്നും നോക്കാതെ തന്നെ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു, അതിന് ശേഷം കണ്ടീഷൻ നൽകുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അഗെയിൻ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് പോകുന്നു, അപ്ഡേഷൻ ചെയ്യുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ അഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റിൽ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് ഇത് ലൂപ്പിൻ്റെ പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഡു വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് ഡു വൈൽ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഇൻറ്റ് കെ ഈസ് ഈക്വൽ ടു 1, അവിടെ അതാണ് ഇനീഷ്യലൈസേഷൻ. അത് കഴിഞ്ഞ് ഡു എന്ന് കൊടുക്കുന്നു. നേരത്തെ എക്സാമ്പിളിൽ വൈൽ എന്നായിരുന്നു കൊടുത്തത് തുടക്കത്തിൽ, വൈൽ കണ്ടീഷൻ. ഇവിടെ അങ്ങനെയല്ല, ഡു എന്ന് കൊടുക്കുന്നു, സി ഔട്ട് കെ /t കൊടുക്കുന്നു, ++ കെ അപ്ഡേഷൻ കൊടുക്കുന്നു. അതിന് ശേഷം ഫ്ലോർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വൈൽ കണ്ടീഷൻ k ≤ 3 എന്ന് കൊടുക്കുന്നു. ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് 1 2 3 ഇങ്ങനെ പ്രിൻ്റ് ചെയ്യും. ഡു വൈൽ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. ആസ് യൂഷ്വൽ ഇവിടെ സംഗതികളെല്ലാം തന്നെയുണ്ട്. ആഷ് ഇൻക്ലൂഡ് യൂസ് സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. ഫ്ലോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഫ്ലോട്ട് ലെങ്ത് ബ്രെഡ്ത്ത് ഏരിയ. ലെങ്ത്തും ബ്രെഡ്ത്തും അതുപോലെ ഏരിയയും. ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുക്കണം. ഏരിയ = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് നിങ്ങൾക്കറിയാം, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അതുകൂടാതെ ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ch എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കൂടി നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ വി ക്യാൻ ഫൈൻഡ് ഏരിയ ഓഫ് എനി നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ്. അതിന് വേണ്ടിയിട്ടാണ് ch എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ എനി മോർ റെക്റ്റാങ്കിൾസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യെസ് അല്ലെങ്കിൽ നോ അങ്ങനെ എൻ്റർ ചെയ്യാവുന്നതാണ്. ആ യെസ് അല്ലെങ്കിൽ നോ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ch എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ച്ചിലേക്ക് y എന്നോ n എന്നോ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ cin ലെങ്ത്ത് cin ബ്രെഡ്ത്ത് കൊടുക്കുന്നു. എൻ്റെ ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത്, പിന്നെ cin ലെങ്ത്ത് cin ബ്രെഡ്ത്ത്. ഏരിയ = ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സി ഔട്ട് ചെയ്യുന്നു, സി ഔട്ട് ഏരിയ ഈസ് = ഏരിയ. അതിനുശേഷം ഇവിടെ ചോദിക്കുകയാണ് സി ഔട്ട് എനി മോർ റെക്റ്റാങ്കിൾ. നമുക്ക് യെസ് നോ 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 കൊടുക്കാവുന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ y or n എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി cin ch എന്ന് കൊടുക്കാം. അപ്പോൾ ച്ചിലേക്കാണ് നമ്മൾ യെസ് നോ 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 കൊടുക്കേണ്ടത്. അപ്പോൾ അത് യെസ് ആണോ നോ ആണോ എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മളിവിടെ വൈൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. വൈൽ ch = ക്യാപിറ്റൽ Y, സിംഗിൾ കോട്ടിലാണ് ക്യാപിറ്റൽ Y കൊടുത്തിരിക്കുന്നത്. ഓർ 2 വരെ ഇട്ടുണ്ടാവും. ഓർ ch = സ്മോൾ y. അങ്ങനെ സ്മോൾ വൈയോ ക്യാപിറ്റൽ വൈയോ നമുക്ക് കൊടുക്കാവുന്നതാണ്.
അങ്ങനെ യെസ് ആണെങ്കിൽ അതെന്ത് ചെയ്യണം? യെസ് ആണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ, ഏരിയ കാണുന്നതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പ്രോഗ്രാം എൻഡ് ചെയ്യാം, റിട്ടേൺ 0യിലേക്ക് വന്ന് പ്രോഗ്രാം എൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോഗ്രാം. നമുക്കിനി ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നോ ആണ് കൊടുക്കുക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 3.5ഉം 7 കൊടുക്കുന്നു. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 3.5 × 7 24.5 എന്നാണ്. എനി മോർ റെക്റ്റാങ്കിൾ യെസ് ഓർ നോ. അപ്പം നമ്മൾ y എന്ന് കൊടുക്കുന്നു. എൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് വീണ്ടും വരുന്നു. നമ്മൾ 6ഉം 4.5ഉം കൊടുക്കുന്നു. ഏരിയ 27 കാൽക്കുലേറ്റ് ചെയ്യുന്നു. എനി മോർ റെക്റ്റാങ്കിൾ എന്ന് വീണ്ടും ചോദിക്കുന്നു. വീണ്ടും നിങ്ങൾ യെസ് കൊടുത്തതെന്ന് വെച്ചാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോ എന്ന് കൊടുക്കണം. n എന്ന് കൊടുക്കുന്നു. n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റോപ്പ് ആയിക്കോളും. ഇതാണ് പ്രോഗ്രാം. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡു വൈൽ ലൂപ്പ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എന്താ കാരണം? ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റിലാണ്. അതായത് പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുന്ന പ്രോഗ്രാമല്ല, ആ ലൂപ്പിൻ്റെ എക്സിറ്റ് ചെയ്യുന്ന പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്? വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോർ ലൂപ്പിനെ പറ്റി നോക്കാം. ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. കാരണം ഫോർ ലൂപ്പിലും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് തുടക്കത്തിലാണ്. അപ്പം ഡു വൈൽ ലൂപ്പും മാത്രമാണ് എക്സിറ്റ് കൺട്രോൾ. വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഒരു സിൻറ്റാക്സ് നോക്കാം. വളരെ സിമ്പിളാണ്. ഫോർ കീവേഡ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഇനീഷ്യലൈസേഷൻ, അത് കഴിഞ്ഞ് ടെസ്റ്റ് എക്സ്പ്രഷൻ, അത് കഴിഞ്ഞ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ ലൂപ്പിൻ്റെ ഒരു ഫ്ലോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, പിന്നെ ബോഡി ഓഫ് ദി ലൂപ്പ് കൊടുക്കുന്നു, ഫ്ലോർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യലൈസേഷൻ ആദ്യം, പിന്നെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്തത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ അത് ലൂപ്പ് ചെയ്ത് ഏറ്റവും ഒടുവിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫോൾസ് ആയാൽ ഇത് ലൂപ്പിൻ്റെ പുറത്തേക്ക് വരുന്നു. ഇതാണ് ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ട്. ഫോർ ലൂപ്പിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ലൈൻ കൊണ്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് 4 n = 1 ഇനീഷ്യലൈസേഷൻ, n less than 10 കണ്ടീഷൻ ചെക്കിംഗ്, ++n അപ്ഡേഷൻ, ദെൻ cout n കുറച്ച് സ്പേസ് ഇടുന്നു. ഓക്കെ, ഇത്രയേ വേണ്ടുള്ളൂ 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ട് ഫോർ ലൂപ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ആദ്യം ഇനീഷ്യലൈസേഷൻ, ഫോർ ലൂപ്പിനുള്ളിൽ ആദ്യം ഇനീഷ്യലൈസേഷൻ, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, പിന്നെ അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഹിയർ n ഈസ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലെറ്റ് us write a program using for loop to find the factorial of a number. ഫാക്ടോറിയൽ എന്താണെന്ന് നോക്കാം. ഫാക്ടോറിയൽ നമ്മൾ സാധാരണ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ടാണ് എഴുതാം. ഫാക്ടോറിയൽ 5 ഈസ് റിട്ടൺ ആസ് 5 എക്സ്ക്ലമേഷൻ മാർക്ക്. നമ്മൾ അത് റീഡ് ചെയ്യുന്ന 5 ഫാക്ടോറിയൽ. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. 1 ഇൻറ്റു ഇപ്പോൾ 5 ആണെങ്കിൽ 1 to 5 മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 × 3 × 4 × 5 വിൽ ഗെറ്റ് 120. ഇപ്പോൾ 3 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 വിൽ ഗെറ്റ് 6. 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4 വിൽ ഗെറ്റ് 24. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് നോക്കാം. ടു ഫൈൻഡ് ദി ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫോർ ലൂപ്പ്. സാധാരണ പോലെ ആഷ് ഇൻക്ലൂഡും നെയിം സ്പേസും എല്ലാ സംഗതികളും ഉണ്ട്. 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് n, i, fact = 1. fact = 1. cout enter the number to find the factorial. ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് ഇൻപുട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇൻപുട്ട് ചെയ്യുന്നു Cin n, എന്നിലേക്കാണ് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത്. ഇനി ഫോർ ലൂപ്പ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. 4
I equals 1, ഐയുടെ ഇനീഷ്യൽ വാല്യൂ 1, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, I n-ലേക്കാളും കുറവാണെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പ്ലസ് പ്ലസ് I ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകണം എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ബോഡി ഓഫ് ദി ലൂപ്പിൽ ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു I എന്ന് പറയുന്നു. ഫാക്ടോറിയലിന് ആദ്യത്തെ വാല്യൂ ഫാക്റ്റ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു I എന്ന് പറഞ്ഞിട്ട് ഫാക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആദ്യം 1 കൊടുത്തുകൊണ്ട് 1 ഇൻറ്റു 1 എന്നാണ് ആദ്യം വരിക. ഐയുടെ വില 1 ആണ് ആദ്യം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്ലസ് പ്ലസ് I വരും. ഇപ്പോൾ 2 ആവും. ഐയുടെ വില 2 ആവും. അപ്പം ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു Iയിൽ 1 ഇൻറ്റു 2 വരും. ഓക്കെ, വീണ്ടും പ്ലസ് പ്ലസ് I കൊടുക്കുമ്പം 3 വരും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അതെ 3 n-നേക്കാളും കുറവാണ്. n നമ്മൾ 6 എന്ന് അല്ലെങ്കിൽ 6 എന്നാണ് കൊടുത്തതെന്ന് വിചാരിച്ചോ. അപ്പം 6-നേക്കാളും കുറവാണ് 3. അപ്പോൾ വീണ്ടും ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു I എന്ന് വരും. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 വരും. അഗെയിൻ നമ്മൾ കൊടുത്ത n-ലേക്ക് കൊടുത്തിരിക്കുന്നത് 6 ആണെങ്കിലാണ്. അഗെയിൻ I പ്ലസ് പ്ലസ് കൊടുത്തു 4 I ഇപ്പം ഐൻ്റെ വില 4 ആണ്. വീണ്ടും 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n നോക്കുന്നു. ഇപ്പോൾ ഫാക്റ്റ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് അടുത്ത ഇതിൽ ഇൻറ്റു 5 വരുന്നു. അടുത്തതിൽ ഇൻറ്റു 6 വരുന്നു. അങ്ങനെ അടുത്ത ലെവലിൽ പ്ലസ് പ്ലസ് I കൊടുക്കുമ്പോൾ അത് 7 ആവുന്നു. 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ചെക്ക് ചെയ്യും. ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആവുന്നു. ഫോൾസ് ആവുന്നതോടെ ഈ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, ഫോർ ലൂപ്പിൽ നിന്ന്. എന്നിട്ട് സി ഔട്ട് ഫാക്ടോറിയൽ ഓഫ് n ഈസ് ഫാക്റ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്ക്. എൻ്റെ ദി നമ്പർ ടു ഫൈൻഡ് ദി ഫാക്ടോറിയൽ കൊടുത്തപ്പോൾ നമ്മൾ 6 കൊടുത്തു. ഫാക്ടോറിയൽ ഓഫ് 6 ഈസ് 720 എന്ന് വന്നു. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഈസ് 720. അപ്പോൾ ഇതാണ് ഫാക്ടോറിയലിൻ്റെ ഒരു പ്രോഗ്രാം. ഇനി മറ്റൊരു പ്രോഗ്രാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടു ഫൈൻഡ് ദി ആവറേജ് സ്കോർ ഓഫ് n സ്റ്റുഡൻസ്. n സ്റ്റുഡൻസിൻ്റെ ആവറേജ് സ്കോറ് കാൽക്കുലേറ്റ് ചെയ്യണം. n സ്റ്റുഡൻസ് ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ 60 സ്റ്റുഡൻസിൻ്റെ ആവറേജ് സ്കോറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാമിൽ 4 വേരിയബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. I, സം, സ്കോർ, n. ഇത്രയും വേരിയബിൾസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് AVG എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് AVG എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആവറേജ് വാല്യൂ കാണുമ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റുള്ള ഒരു റിസൾട്ടാണ് കിട്ടുക, ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഫ്ലോട്ടായിട്ട് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് ഹൗ മെനി സ്റ്റുഡൻസിന് ചോദിക്കുന്നു. നമ്മൾ 60 ആണ് എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സി ഇൻ 60 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ 60 കുട്ടികളുടെയും എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ സ്കോറ് എൻ്റർ ചെയ്യേണ്ടി വരും കേട്ടോ. പ്രോഗ്രാം ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ 5 സ്റ്റുഡൻറ്റോ മറ്റോ കൊടുക്കല്ലേ, 3 സ്റ്റുഡൻസ് കൊടുക്കുക. സ്റ്റുഡൻസിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ 3 മറ്റോ കൊടുക്കുന്നതായിരിക്കും നല്ലേ. നമ്മുടെ ക്ലാസ്സിൽ 60 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ 60 ഒന്നും കൊടുക്കേണ്ട. 60 കൊടുത്താൽ 60 സ്റ്റുഡൻസിൻ്റെയും സ്കോർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 3 നെറ്റാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഹൗ മെനി സ്റ്റുഡൻസ് എന്ന് ചോദിച്ചു. നിങ്ങൾ സി ഇൻ n എന്ന് പറഞ്ഞ് അത് ഇൻപുട്ട് ചെയ്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് n-ലേക്ക് ഇൻപുട്ട് ചെയ്തു. ലെറ്റ് ഇറ്റ് ബി 3. ഇനി ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. I ആണ് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്പോൾ ഐയുടെ വില ആദ്യം 1 കൊടുക്കുന്നു. പിന്നെ സമ്മും ഇവിടെ ലൂപ്പിനുള്ളിൽ തന്നെ നമുക്ക് കൊടുക്കാം. 2 എക്സ്പ്രഷൻസ് ഇനീഷ്യലൈസേഷനിൽ വരുന്നുണ്ട്. സം ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുക്കുന്നു. തുടക്കത്തിൽ സമ്മിലൊന്നുമില്ല. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. പ്ലസ് പ്ലസ് I ആണ് അടുത്ത അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പറയാം സി ഔട്ട് എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ്.
ഐ, അതായത് ഒന്നാമത്തെ കുട്ടീൻ്റെ സ്കോറ് ഇൻപുട്ട് ചെയ്യാൻ പറയാം. ഒരു കോളൻ കൊടുത്തിട്ടുണ്ട് ഡബിൾ കോട്ടിൽ. അതെന്തിനാന്ന് വെച്ചാൽ സ്കോറും എൻ്റെ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു കോളൻ വരാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് 1 എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒരു കോളൻ വരുമല്ലോ ഔട്ട്പുട്ടിൽ. CN സ്കോറിലേക്ക് നമ്മൾ എത്ര സ്കോറിന് ഇൻപുട്ട് ചെയ്യുന്നു. സമ്മിലേക്ക് സം പ്ലസ് സ്കോറിന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്കോറ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പ്ലസ് ഐ കൊടുക്കുന്നു. അപ്പോൾ ഐ 2 ആവുന്നു. 2 എന്നിലും കുറവാണോ നോക്കുന്നു. എന്നിലും കുറവാണെങ്കിൽ വീണ്ടും രണ്ടാമത്തെ കുട്ടീൻ്റെ സ്കോർ എൻ്റർ ചെയ്യാൻ പറയുന്നു. സ്കോറ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സമ്മിലേക്ക് ആ സ്കോറും ആഡ് ചെയ്യുന്നു. വീണ്ടും ലൂപ്പ് കൺട്രോൾ വേരിയബിൾ പ്ലസ് ഐ കൊടുത്ത് ഇൻക്രീസ് ചെയ്യുന്നു. വീണ്ടും അത് ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആണോ നോക്കുന്നു. ആണെങ്കിൽ വീണ്ടും എൻ്റെ ദി സ്കോർ ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ പ്രാവശ്യവും കുട്ടീൻ്റെ സ്കോറ് ഇൻപുട്ട് ചെയ്തതിന് ശേഷം സമ്മും കാൽക്കുലേറ്റ് ചെയ്യുന്നു. സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ലൂപ്പിനുള്ളിൽ മുഴുവനായിട്ടും സമ്മ് എടുത്തതിന് ശേഷം ലൂപ്പ് ഫ്ലോർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് അടുത്ത ലൈനിലേക്ക് വരുന്നു. അവിടെയാണ് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. AVG ഈക്വൽ ടു ഫ്ലോട്ട് സം എന്ന് കൊടുക്കുന്നുണ്ട്. ഫ്ലോട്ട് സം എന്ന് കൊടുക്കാൻ കാരണം ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് എന്തായാലും ഫ്ലോട്ട് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ സമ്മിനെ ഈ സമ്മും എന്നും നമ്മൾ ഇൻറ്റീജറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലെ ഫ്രാക്ഷൻ ചിലപ്പോൾ കട്ടായി പോവും. അത് കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് ആക്കി മാറ്റുകയാണ്. സമ്മിനെ എന്ത് ചെയ്യാണ് പ്രോഗ്രാമർ കാസ്റ്റ് ചെയ്യാണ്. സമ്മ് തൽക്കാലം ഫ്ലോട്ടിൻ്റെ സ്പേസ് എടുത്ത് അത് വെച്ച് വളരെ കൺവീനിയൻ്റായിട്ട് കാൽക്കുലേഷൻ നടത്തിക്കോട്ടെ. ഇൻറ്റീജർ വാല്യൂ ആയിട്ടുള്ള സമ്മിനെ ഫ്ലോട്ട് വാല്യൂ ആയിട്ട് മാറ്റുന്നു. ഇത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഫ്ലോട്ട് സം ഡിവൈഡഡ് ബൈ n കൊടുക്കുന്നു. സി ഔട്ട് ക്ലാസ് ആവറേജ് ഈസ് AVG. ഇതാണ് നമ്മുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം. വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ മെനി സ്റ്റുഡൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ 5 കൊടുത്തു. ആദ്യം എൻ്റെ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് 1 വന്നു, 45 കൊടുത്തു. വീണ്ടും എൻ്റെ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് 2 വരുന്നു, 50 കൊടുക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ 5ാമത്തെ സ്റ്റുഡൻറ്റ് വരെ ചോദിക്കുന്നു, സ്കോർ കൊടുക്കുന്നു. അതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ 1 2 3 4 5 ഐ എന്ന് പറയുന്ന വാല്യൂവിലാണ് വരുന്നത്. ഇവിടെയാണ് ഐ കൊടുത്തിരിക്കുന്നത്. ആ ഐയുടെ വാല്യൂ നോക്കിയിട്ടാണ് 1 2 3 4 5 വരുന്നത്. 5 എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫോർ ലൂപ്പിനെ പറ്റി പഠിക്കാനുള്ളത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കുറച്ച് ഫോർ ലൂപ്പിൻ്റെ ചില പ്രത്യേകതകൾ, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ചില പ്രത്യേകതകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ റീഡിങ് ആവശ്യമുള്ളവർ ഈ ഒരു ഭാഗം കൂടി ഒന്ന് വായിച്ച് നോക്കാം. ഭാവിയിൽ പ്രോഗ്രാമേഴ്സ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സൊക്കെ ആവാൻ താല്പര്യമുള്ള കുട്ടികൾ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് പരീക്ഷയ്ക്ക് ഇത്രയും ഡീപ്പിൽ ആവശ്യമുണ്ടാവില്ല. അപ്പോൾ ഇതോടെ നമ്മുടെ ചാപ്റ്റർ കഴിയുന്നു. ഏറ്റവും ഒടുവിൽ ഇവിടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പിൻ്റെ കമ്പാരിസൺ. ഫോർ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻട്രി കൺട്രോൾ ലൂപ്പാണ്. വൈൽ ലൂപ്പ് എൻട്രി കൺട്രോളാണ്. ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോളാണ്. ഫോർ ലൂപ്പിൽ ഇനീഷ്യലൈസേഷൻ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ലൂപ്പ് തുടങ്ങുന്നതിന് തന്നെ ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷനും എല്ലാം തന്നെ ഒന്നിച്ച് വരുന്നു. വൈൽ ലൂപ്പിൽ ഇനീഷ്യലൈസേഷൻ ലൂപ്പ് ഡെഫിനിഷൻ്റെ പുറത്താണ്. ആദ്യം തന്നെ ഇനീഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഡു വൈൽ ലൂപ്പിലും ഇനീഷ്യലൈസേഷൻ ആദ്യം തന്നെ വരുന്നുണ്ട്. ലൂപ്പ് ഡെഫിനിഷൻ്റെ ഉള്ളിലല്ല വരുന്നത്, പുറത്താണ്, തുടക്കത്തിൽ തന്നെ. ഫോർ ലൂപ്പിൽ നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് ദി ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ്. ഒരിക്കലെങ്കിലും ചെയ്യുന്നുള്ളതിന് കണ്ടീഷൻ ഗ്യാരണ്ടി ഒന്നുമില്ല ഫോർ ലൂപ്പ്. അത് കണ്ടീഷൻ റോങ് ആണെങ്കിൽ അപ്പം തന്നെ എക്സിറ്റ് ചെയ്യും. ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാതെ എക്സിറ്റ് ചെയ്യും. പക്ഷേ വൈൽ ലൂപ്പും അങ്ങനെ തന്നെയാണ്. രണ്ടും എൻട്രി കൺട്രോൾ ലൂപ്പാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇവിടെയും നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് ദി ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്ന ഗ്യാരണ്ടി ഒന്നുമില്ല.
കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. അതേസമയം ഡു വൈൽ ലൂപ്പിൻ്റെ കേസിൽ വിൽ എക്സിക്യൂട്ട് ദി ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ് ഈവൻ ദോ ദി കണ്ടീഷൻ ഈസ് ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ഡു വൈൽ ലൂപ്പ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ലാബ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സാമ്പിൾ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ ഷോർട്ട് ആൻസർ ടൈപ്പ്, ലോങ് ആൻസർ ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നോക്കുക, ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക.